നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. അഖില കേരള ശാസ്താംപാട്ട് കലാകാര സംഘം സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടത്തി. തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എ പ്രസാദ ഉദ്ഘാടനം ചെയ്തു. സംഘം സംസ്ഥാന പ്രസിഡന്റ് ഇ രമേശൻ അധ്യക്ഷത വഹിച്ചു. ആവണങ്ങാട്ട് കളരി നൽകുന്ന അയ്യപ്പജ്യോതി പുരസ്കാരവും മണത്തല ദേവാഷൻ സ്മരണയ്ക്ക് നൽകുന്ന തത്വമസി പുരസ്കാര സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു. ക്ഷേത്രവാദ്യ കലാ അക്കാദമി സംസ്ഥാന പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ, തിരുവമ്പാടി ദേവസ്വം ജോയിന്റ് സെക്രട്ടറി പി രാധാകൃഷ്ണൻ, സംസ്ഥാന രക്ഷാധികാരി വേണു ആശാൻ, ജനറൽ സെക്രട്ടറി ജനാർദ്ദൻ മണത്തല, സന്ദീപ് നെടുമ്പാൾ എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ഇ രമേശൻ, സെക്രട്ടറി സന്ദീപ് നെടുമ്പാൾ, ട്രഷറർ ദിനേശൻ കൈനൂർ എന്നിവരെ തിരഞ്ഞെടുത്തു. കല്ലൂർ കള്ളായി മേഖലയിൽ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് KSRTC ബസ് സർവീസ് വേണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് ജനപ്രതിനിധികൾ രംഗത്ത്. മേഖലയിൽ KSRTC സർവീസ് ആവശ്യപ്പെട്ട് കോൺഗ്രസ് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് നിവേദനം നൽകി. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ കള്ളായി, വെള്ളാനിക്കോട് മലയോര പ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ KSRTC ബസ് സർവീസില്ല. സ്വകാര്യ ബസ് ഗതാഗതത്തെ ആശ്രയിച്ചുകൊണ്ടാണ് പ്രദേശവാസികൾ മുന്നോട്ടു പോകുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗികളായ ഒട്ടനവധി ആളുകൾ 2 ബസ്സുകൾ കയറിയിറങ്ങിയാണ് യാത്ര ചെയ്യുന്നത്. KSRTC ബസ് സൗകര്യം ലഭ്യമാകുന്നതോടെ ഒട്ടനവധി രോഗികൾക്ക് വലിയൊരു ആശ്വാസമാകുമെന്നും നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി. ഏറെ വർഷങ്ങളായ പ്രദേശവാസികളുടെ ആവശ്യം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെറോൺ ജോൺ, പഞ്ചായത്ത് അംഗങ്ങളായ പ്രീബൻ ചുണ്ടേലപ്പറമ്പിൽ, സൈമൺ നമ്പാടൻ, ജോജു ചാഴുക്കാരൻ എന്നിവരാണ് തൃശൂർ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് നിവേദനം നൽകിയത്. അപ്പോൾ ഇത് നേരിട്ട് സുബൈ സാറിന് തരുന്നതിന് തുല്യമായിട്ടാണ് ഞാൻ മനസ്സാറിന് കൈമാറുന്നത്. ഫോൺ വഴിയുള്ള സന്ദേശമൊക്കെ സുബൈ സാറിനോട് വിളിച്ചതിന് സംസാരിച്ചു. മറ്റന്നാൾ തീർച്ചയായിട്ടും ഞാൻ വരും. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്തിലെ മണ്ണമ്പേട്ട പട്ടികജാതി വികസന വകുപ്പ് മോഡൽ പ്രീ പ്രൈമറി സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പട്ടികജാതി വികസന വകുപ്പ് ഓഫീസർ സജിനി, SC പ്രൊമോട്ടർ സിജി, സ്കൂൾ അധ്യാപിക തങ്ക, ശോഭന അയ്യപ്പൻ എന്നിവർ പങ്കെടുത്തു. വെണ്ടൂർ സെന്റ് മേരീസ് UP സ്കൂളിൽ അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം ആഘോഷിച്ചു. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ലാസർ താണിക്കൽ അധ്യക്ഷത വഹിച്ചു. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി മുഖ്യാതിഥിയായിരുന്നു. നവാഗതരായ കുട്ടികൾക്ക് പഞ്ചായത്ത് അംഗം സനൽ മഞ്ഞളി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പ്രധാനാധ്യാപിക സ്മിത സെബാസ്റ്റ്യൻ, പഞ്ചായത്ത് അംഗങ്ങളായ ലിറ്റി മേജോ, സോജിയ പിൻഡോ, വിജീഷ് കുമാർ, പള്ളി ട്രസ്റ്റി പോൾ തെങ്ങോലപ്പറമ്പിൽ, PTA പ്രസിഡന്റ് ഡോക്ടർ സുകൃത് സോന, MPTA പ്രസിഡന്റ് ലിജി ജോഷി എന്നിവർ പ്രസംഗിച്ചു. പുതുതായി വാങ്ങിയ സ്കൂൾ ബസിന്റെ ഉദ്ഘാടനം ചടങ്ങിനോടൊപ്പം നടത്തി. ഇരിങ്ങാലക്കുട ബ്ലോക്ക് തല പ്രവേശനോത്സവം നന്ദിക്കര GVHSSൽ നടത്തി. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TG ശങ്കരനാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അമ്പിളി വേണു അധ്യക്ഷത വഹിച്ചു. സൈബർ സുരക്ഷാ പ്രതിജ്ഞയും പൊതുമുതൽ സംരക്ഷണ പ്രതിജ്ഞയും ഡോക്ടർ KR സുധീർ, NK കിഷോർ എന്നിവർ ചൊല്ലിക്കൊടുത്തു. പ്രധാനാധ്യാപിക KJ ബിജി, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിമിഷ ശ്രീനിവാസൻ, വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ വൃന്ദ അജയ് കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ PD നെൽസൺ, KK രാജൻ, ഇരിങ്ങാലക്കുട BPC KR സത്യപാലൻ, PDA പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ, SMC ചെയർമാൻ സുദേവൻ, VHSC പ്രിൻസിപ്പൽ R രാജലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ പള്ളംമുറി പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു. വേനൽ കടുത്തതോടെ കിണറുകൾ വറ്റിവരണ്ട് ജനങ്ങൾ ദുരിതത്തിലായ സാഹചര്യത്തിൽ പ്രദേശത്തെ കുടുംബങ്ങൾക്ക് കോൺഗ്രസ് പ്രവർത്തകർ കുടിവെള്ളം എത്തിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ 20ാം വാർഡിൽ ഉൾപ്പെടുന്ന മറ്റത്തൂർ പള്ളംമുറിയിലാണ് കുടിവെള്ളക്ഷാമം ജനജീവിതത്തെ ബാധിച്ചിരിക്കുന്നത്. ചേരാക്കൽ കോതങ്ങൾക്ക് കാരണവർ ക്ഷേത്രത്തിന് പരിസരത്തുള്ള ഭൂരിഭാഗം വീടുകളിലും കിണറുകൾ പൂർണ്ണമായും വറ്റിയ നിലയിലാണ്. നിത്യോപയോഗത്തിന് പോലും വെള്ളമില്ലാതെ ജനങ്ങൾ വലഞ്ഞതോടെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വാഹനങ്ങളിൽ കുടിവെള്ളം എത്തിച്ച് വിതരണം ചെയ്തത്.
ചെമ്പുച്ചിറ GHSS പ്രവേശനോത്സവം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PS പ്രശാന്ത് അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ സബിത സതീഷ് കുമാർ, PR ഷാജൻ, പ്രിൻസിപ്പൽ M ലതാദേവി, പ്രധാനാധ്യാപിക കൃപാകൃഷ്ണൻ, SMC ചെയർമാൻ സന്തോഷ് കുന്നുമ്മൽ, MPTA പ്രസിഡന്റ് ജിഷ ഹരിദാസ്, വികസന സമിതി ചെയർമാൻ V ബാലകൃഷ്ണ മേനോൻ, സീനിയർ അധ്യാപിക KG ഗീത, SPC സീനിയർ കാഡറ്റ് MG അനുരാഗ് എന്നിവർ പ്രസംഗിച്ചു. ഇഞ്ചക്കുണ്ട് ഗവൺമെന്റ് UP സ്കൂളിലെ പ്രവേശനോത്സവം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഷാജി തോമസ് അധ്യക്ഷനായി. സിനി ആർട്ടിസ്റ്റ് വിഷ്ണുദാസ്, നാടൻപാട്ട് കലാകാരൻ വൈശാഖ് വെണ്ണൂർപാടം എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. PTA വൈസ് പ്രസിഡന്റ് KV രാജു, MPTA പ്രസിഡന്റ് അനൂജ സുജിൽ, SMC ചെയർമാൻ PP പീതാംബരൻ, OSC സെക്രട്ടറി പ്രകാശൻ ഇഞ്ചക്കുണ്ട്, സ്റ്റാഫ് സെക്രട്ടറി PR റിജോ എന്നിവർ പ്രസംഗിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,320 രൂപയും പവന് 1,14,560 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.